അമ്മ പത്രം വായിക്കാണ്? എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയാടെ. ഈ അങ്ങനെ ഉദ്ദേശിച്ചല്ല, അമ്മ ഇങ്ങനെ പത്രം വായിക്കണേ ഞാൻ കണ്ടിട്ടില്ല. അത് പണ്ടെങ്ങാനും വായിക്കണുണ്ട്, പക്ഷെ ഈ അടുത്തൊന്നും നമ്മ വായിക്കാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എവിടെ സമയം? പത്രം വായിക്കാൻ എനിക്കിവിടെ സമയം കിട്ടുന്നുണ്ടോ? പിന്നെ ഈ പ്രധാനപ്പെട്ട ന്യൂസൊക്കെ ഞാൻ മൊബൈലിലൂടെ വായിക്കും. പൊതുവെ സ്ത്രീകൾക്ക് ഒന്നിനും സമയം കിട്ടാറില്ലടേ. എന്നിട്ട് ഈ പുരുഷകേസരികൾ പറയും പൊതുവെ സ്ത്രീകൾക്ക് പൊതുവിജ്ഞാനം ഇല്ലയെന്ന്. അതൊക്കെ ഇപ്പൊ മാറിയില്ലേ കൊറേ? മാറിയെന്ന് ഇങ്ങനെയൊക്കെ പറയലേ ഉള്ളൂ, ഒന്നും അങ്ങ് പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല. ഞങ്ങള് ന്യൂ ജനറേഷൻ മാറ്റി മറിക്കില്ലേ ഇനി ഭാവിയിലോട്ട്? ഞങ്ങള് ന്യൂ ജനറേഷനാ. നീ എവിടെ നടാ ന്യൂ ജനറേഷൻ ആവണ? 10-30 വയസ്സാവാറായില്ലേ നിനക്ക്? അമ്മ എന്താ പറഞ്ഞ വയസ്സിനാക്കാൻ നോക്കണ? എനിക്ക് 10-30, എനിക്ക് 28 വയസ്സാണ്. ഇനി 2 വർഷമുണ്ട് 30 വയസ്സാവാൻ. 2 വർഷം. ഈ ജനുവരി ആകുമ്പോൾ നിനക്ക് 29ആയി, പിന്നെ അടുത്ത ജനുവരി ആകുമ്പോൾ 30ആയി, പിന്നെ 31, 32, പിന്നെ 40. 40 ഒറ്റടിക്ക് അങ്ങോട്ട് എത്തിച്ചല്ല, കൊള്ളാമല്ല. പ്രായം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മളിങ്ങനെ ആകുലപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്തിനെങ്ങനെ വേവലാതിപ്പെടണേ? കാലത്തിനെ പിടിച്ചെടുക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. എന്താ ഇപ്പൊ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്നാ പോ. അല്ല, കാലം കടന്നു പോവും. ഇന്ന് ഞായറാഴ്ച, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അമ്മ ഇവിടെ ഇങ്ങനെ പത്രവും വായിച്ചോണ്ടിരുന്നു. അയ്യോ, ലച്ചു ഇങ്ങനെ നിന്നാ മതിയാ? അല്ല, ഇന്ന് ഞായറാഴ്ച ആയിട്ട് അമ്മ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? രാവിലെ സ്പെഷ്യൽ ദോശയും നല്ല ചമ്മന്തി. എടാ, ഉച്ചക്ക് നമുക്ക് കിടുവാക്കാം. ഉച്ചക്ക് കിടുവാ? എന്ത് സാധനം? എന്ത് ഉച്ചക്ക്? നല്ല ചമ്മന്തിയും നല്ല കഞ്ഞിയും. പിന്നെ തമാശ കളിക്കണം. തമാശയല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത്. ലച്ചു വരുന്ന വായി നോക്കിക്കണ്ട് പെട്ടെന്ന് ആവട്ടെ. ഞാൻ കാപ്പി ഉണ്ടാക്കിക്കോളാം, ബാക്കി കാര്യങ്ങൾ നീ നോക്കിക്കോ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാന്നാ? അപ്പൊ അമ്മ എവിടെ പോണ്? ഒന്നും പറയണ്ട. ഒരു 11 മണിയാകുമ്പോ സുഷ്മ വയറ്റിലേ വരും. അവിടെ എത്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ പോവാണോ? പോയിട്ട് ഞാൻ വൈകിട്ട് വരും. 5 മണിയാകുമ്പോ അമ്മ ഇവിടെ എത്തിയിരിക്കും. അതിന് മുന്നേ ഞാൻ വിളിച്ചു പറയാം. അപ്പൊ നല്ലൊരു കട്ടൻ ചായ ഇട്ട് വെച്ചേക്കണം. ചായയും ഞാൻ ഇടണോ? അപ്പൊ ഇവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കും? അവർക്ക് ചോറും കറി ഉണ്ടാക്കി കൊടുക്കണം. ചോറും കറിയാ? എന്ത് കറി? നല്ല പച്ചക്കറി കൊണ്ട് നല്ലൊരു പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കും. നല്ല പച്ചക്കറി കൊണ്ട് നല്ലൊരു പച്ചക്കറി. അമ്മ തമാശ കളിക്കല്ല അമ്മ. എടാ, നിനക്ക് മീൻ വേണോ? മീൻ വേണം. അപ്പൊ നീ മാർക്കറ്റിൽ പോയിട്ട് മീൻ മേടിച്ചിട്ടുണ്ടോ? വലിയ മീനൊന്നും മേടിക്കണ്ട, ചെറിയ മീൻ. എന്താ മത്തി മതി. മത്തിയാകുമ്പോൾ ലച്ചു നല്ല സ്പെഷ്യൽ മത്തിക്കറി ഉണ്ടാക്കും. ലച്ചുവിന്റെ മത്തി വറുത്തത് ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ മീൻ വെട്ടി ക്ലീൻ ആയിട്ട് കിട്ടിയില്ലെങ്കിലോ? അത് കുഴപ്പമില്ല. പുറകെ കൊണ്ടായിട്ട് നല്ലോണം ഒന്ന് കട്ട് ചെയ്തിട്ട്, തലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം ഇങ്ങനെ കഴുകിയിട്ട് 3-4 പ്രാവശ്യം വെള്ളത്തിൽ ഒഴിച്ച് കഴുകി കഴിയുമ്പോൾ അത് വൃത്തിയാവും. പിന്നെ കൊണ്ടൊന്ന് കറി വെച്ചാൽ പോരെ, ബാക്കി എടുത്ത് വറുത്താൽ മതി. നൈസായിട്ട് പണി തരുവാണല്ലേ? ഇതൊക്കെ ഒരു പണിയാണല്ലോ ലച്ചു. വർഷങ്ങളായിട്ട് അമ്മ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു? മനസ്സിലായി. എല്ലാം പോട്ടെ. ഉച്ചയാണ് പെട്ടെന്ന് ആയിക്കോണം. എന്തൊക്കെ തിരക്കണെങ്കിലും ഉച്ചയാണ് ഒരു മണിക്കെങ്കിലും റെഡി ആവണം. കേശുവിന് ദേഷ്യം വരും അല്ലെങ്കിലേ. അല്ല, കേശു എന്താ ഇവിടെ പോയതാണ്? ഇന്ന് അവന് മറ്റേ സേവാകേന്ദ്രമൊന്നും തുറക്കൂലല്ലോ, പിന്നെ എന്തിനാ അവൻ രാവിലെ എണീറ്റ് പോയത്? അവൻ ഞായറാഴ്ച എങ്ങനെയെങ്കിലും തുറന്നു നോക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതങ്ങനെ ഒരു ചെറുക്കൻ. ചിലപ്പോൾ അവൻ ഉഷേരെടുത്ത് പോയായിരിക്കും, ട്യൂഷൻ ഉണ്ടാവും. ചിലപ്പോ ആയിരിക്കും. അല്ലെങ്കിൽ അവൻ അവിടെ പോകുമ്പോ ഉഷ ചേച്ചിയുടെ കണ്ണിലുണ്ണിയാണല്ലോ, മിക്കവാറും അവൻ ഉഷ ചേച്ചിയുടെ മരുമോനാവും. ലച്ചുവേ, ആവശ്യമില്ലാത്ത പറയലേട്ടാ. അത് കൊള്ളാം, ഉഷ ചേച്ചിയുടെ മരുമോൻ. എന്തുവാ നിനക്കൊക്കെ ആവശ്യമില്ലാത്ത പറയണ? ഈ ഉഷയ്ക്ക് എത്ര മക്കളാ? 2 മക്കള്. മൂത്തത് പെൺകൊച്ചു 10ാം ക്ലാസ്സിൽ, കേശുവിന്റെ പ്രായ. പിന്നെ ഇളയതെന്തോ ആങ്കൊച്ചാന്ന് തോന്നുന്നു. ലച്ചു പറഞ്ഞ ആളെത്തിട്ടാ. ലച്ചു പറഞ്ഞ എന്താണെന്ന്? എന്തൊരു ഒന്നുമില്ല, വെറുതെ സംസാരിച്ചോണ്ടിരുന്നു. നിന്റെ ട്യൂഷൻ ഇത്ര പെട്ടെന്ന് തീർന്നാ? ട്യൂഷൻ തുടങ്ങിയതില്ലല്ലോ. പിന്നെ നീ എവിടെ പോയത്? അമ്മ, ട്യൂഷൻ 10 മണിക്കല്ലേ. ഞാൻ രാവിലെ ഉച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയത്. ഉഷ ചേച്ചിയുടെ രാവിലെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താലല്ലേ അവന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നടക്കുള്ളൂ, അല്ലേ കേശു? ചേച്ചി എന്ത് കാര്യങ്ങളെ കുറിച്ചാണ് പറയണത്? ചേട്ടാ വാ. എന്തോന്നമ്മ അവര് പറഞ്ഞിട്ട് പോണേ? നീ വാ, നമുക്ക് നമ്മളെ കാര്യം നോക്കാം. ഓക്കെ.